നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജനുവരി മാസം 22-ാം തീയതി 1200-ാം ആണ്ട് മകരമാസം 9-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് ചോതി നക്ഷത്രമാണ്. ഇപ്പം നല്ല നക്ഷത്രമാണ് ചോതി. വളരെ ശുഭനക്ഷത്രത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് ചോതി. ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്, ബുധനാഴ്ച. അപ്പോൾ ഇന്ന് ശുഭപ്രദമായ ദിവസമാണ്. നിങ്ങൾക്കിന്ന് എന്ത് കാര്യങ്ങൾക്ക് വേണോ ഇറങ്ങാം. ഇന്ന് യഥേഷ്ടം ഓരോ കാര്യത്തിന് പോകുന്ന കാര്യങ്ങൾ വിജയം ഉണ്ടാവുന്ന ദിവസമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ നല്ല ദിവസങ്ങളിൽ ഒരു കാര്യവും മാറ്റി വയ്ക്കരുത്. എത്രത്തോളം ആളുകളെ കാണാൻ പറ്റുമോ, എത്രത്തോളം ആളുകളുമായിട്ട് സഹകരിക്കാൻ പറ്റുമോ, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനെല്ലാം റിസൾട്ട് ഉണ്ടാവുന്ന ദിവസമാണ്. അതുപോലെ തന്നെ മകരമാസത്തിലെ ചോതി നക്ഷത്രം ബർത്ത് ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത് ഡേയിലൂടെ നമുക്ക് ചിന്തിക്കേണ്ടത്. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഏറ്റവും ഭാഗ്യദായകമായിട്ടുള്ള ഒരു വർഷമാണ് നിങ്ങൾക്ക്. സന്തോഷപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. വളരെ ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷം തന്നെയാണ്. സാമ്പത്തിക നേട്ടത്തിനിടവരും. വളരെ പുരോഗതിയെ കൊടുക്കുന്ന ഒരു വർഷമാണ് നിങ്ങളുടേത്. അതായത് ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗത്തെ കൊടുക്കും. ഉദ്യോഗത്തിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഉദ്യോഗ കയറ്റം കിട്ടും. അതുപോലെ ജോലി ഇല്ലാതിരിക്കുന്നവർക്ക് ബിസിനസ് ആദി കാര്യങ്ങളും എല്ലാം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിന് അനുകൂലപ്രദമായ സമയമാണ്. ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമായ സമയമാണ്. അതേപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ഉത്തമമായ കാലയളവാണ്. പഠിത്തത്തെ ഡെവലപ്പ് ചെയ്യാനും ഒക്കെ അനുകൂലപ്രദമായ സമയമാണ്. അപ്പോൾ നമുക്ക് എന്ത് കാര്യത്തിന് ഇറങ്ങാവുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് ദൈവം പ്രദാനം ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്തെ നമുക്ക് ദൈവം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളതിനെ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം. തടസ്സഭാവങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ബുധനാഴ്ച പാൽപ്പായസം, തുളസിമാല, അർച്ചന ഇവ നടത്തുക. അതുപോലെ കൃഷ്ണസ്വാമിക്ക് ഇതൊക്കെ ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള പരിഹാരം ദേവി നടയിൽ പോവുക, ഭഗവതിയുടെ നടയിൽ പോയി ബുധനാഴ്ച ദിവസം അർച്ചനയ്ക്ക് കൊടുക്കുക. അതുപോലെ ഇന്ന് എല്ലാത്തിനും കൊള്ളാമെങ്കിലും നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നതിന് രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാവുകാല സമയം വരുന്നത് 12:01 എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 12:36 തൊട്ടേ തുടങ്ങുകയുള്ളൂ. 2:03 വരെ രാവുകാല സമയമുണ്ട്. ഇപ്പോൾ രാവുകാലത്തിന് മുമ്പോ രാവുകാലത്തിന് ശേഷമോ ഓരോ കാര്യത്തിന് തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും നമുക്ക് ശ്രദ്ധിക്കണം. ഗുളികൻ്റെ സമയം 11:10 തൊട്ട് 12:36 വരെയും യമകണ്ഠ കാല സമയം 8:17 തൊട്ട് 9:43 വരെയാണ്. അഭിജിത്ത് മുഹൂർത്തം ഇന്നും 12:12 തൊട്ട് 1 മണി വരെയാണ്. പക്ഷേ ഈ സമയം രാഹുവിൻ്റെയും അതുപോലെ ഗുളികൻ്റെയും ഒക്കെ ബന്ധം നിൽക്കുന്ന കാലഘട്ടമായതുകൊണ്ട് നമുക്കിന്ന് അഭിജിത്ത് മുഹൂർത്തത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണ്ട. അല്ലാതെ തന്നെ നമുക്ക് മുഹൂർത്തമുള്ള ദിവസമാണ്. അപ്പോൾ പിന്നെ അഭിജിത്ത് മുഹൂർത്തത്തിന് ആയിട്ട് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. ഇന്നും ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. പച്ച മിക്സായിട്ടുള്ളതോ ആയിട്ടുള്ള കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് നമുക്ക് ഭാഗ്യദായകമായി തീരും. നമ്മളിലേക്ക് പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാനും ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കാനും നമ്മൾ ശ്രദ്ധിക്കപ്പെടാനും സഹായിക്കും. അതുകൊണ്ട് വസ്ത്രധാരണം ഓരോ ദിവസവും പ്രാധാന്യമുണ്ട്. അതിന് മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും ബുധൻ്റെ അനുഗ്രഹത്താൽ ഐശ്വര്യപ്രദമായ അവസ്ഥകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.